ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നും ഒരു പുതിയൊരു ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. തമ്പനയിൽ കണ്ടതുപോലെ ബീഫ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇസ്രായേലിൽ ബീഫ് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഒരേപോലെ തന്നെയല്ല, നമുക്ക് പല സൈസിലും ബീഫ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡിഷ് എങ്ങനത്തെയാണെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. പൊട്ടറ്റോ വേണം, ഗാർലിക് വേണം, പിന്നെന്താ നമുക്ക് ക്യാപ്സിക്കം വേണം, പിന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പട്ടാണിയില്ലേ, ഗ്രീൻ പീസിൻ്റെ പച്ച, ഇത് ഉണങ്ങി വരുന്ന ഗ്രീൻ പീസ് അല്ല കേട്ടോ, പച്ച ഗ്രീൻ പീസാണ്. ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് ഇതേപോലെ തന്നൂറിൽ വയ്ക്കുന്ന പാത്രത്തിൽ വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബീഫ് കഷ്ണമാക്കി മറ്റേ ക്യൂബായിട്ട് നമുക്ക് കഷ്ണിച്ചിട്ട് വയ്ക്കാം. ഇതെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം ബീഫ് നന്നായിട്ട് വേവിച്ച് വെച്ചതാണിത് കേട്ടോ. ആ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ബേ ലീഫ്, ഓണിയൻ, പെപ്പർ, സാൾട്ട്, ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഞാൻ ഈ ബീഫ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഡേറ്റ് സിറപ്പാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സാധാരണ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കുന്നത് പോലെ പാപ്രിക്ക, സാൾട്ട്, ഇതിൽ ചേർത്തേക്കുന്ന ഒരു കൂടുതലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡേറ്റ് സിറപ്പും പിന്നെ ജീരകപ്പൊടിയാണ് കേട്ടോ. ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ എക്സ്ട്രാ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് വേവിച്ച മിക്സ് ഉണ്ടല്ലോ, അതായത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് സൂപ്പ് പൗഡർ, ജീരകപ്പൊടി, ഡേറ്റ് സിറപ്പ്, സാൾട്ട്, പാപ്രിക്ക, പെപ്പർ ഒരുപാട് വേണ്ട, അതുപോലെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്തെടുത്ത് ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊന്നും ഇനി ചേർക്കാനില്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ ഇവിടെ തന്നൂർ എന്നാണ് പറയുക, നമ്മുടെ നാട്ടിൽ മൈക്രോവേവ് ഓവനാണ്. അത് വലുത് കേട്ടോ, ചെറുതല്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഇത് മൂടാൻ. ഇങ്ങനെയാണ് സാധാരണ ഞാനിവിടെ തന്നൂറിൽ വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മൂടിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ മൂടണം. ബട്ടർ പേപ്പർ അകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മൂടുക. ഓൾറെഡി ഞാനിവിടെ ഓവൻ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഞാൻ സ്വന്തമാണിത് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നാവട്ടെ. ഓൾറെഡി ഡിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റ് നമ്മുടെ ഡിഷ് ഇരിക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് കൊറിയാണ്ടർ ലീഫ്, മല്ലിച്ചപ്പ് വിതറാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.